ശരിയെങ്കിൽ ബിസിനസ് സംസാരിക്കാം. മിനിമം 1000 കോടിയുടെ ഡീലാണ് ഞാൻ ചെയ്യാറുള്ളത്. ഈ ചെറുകിട ഇടപാടൊന്നും ഞാൻ ചെയ്യാറില്ല. ഇന്ത്യയിലെ വേറെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അവരയച്ചേനെ. ഫോൺ ചെയ്യ് ശിവ. 100 ടണ്ണൊന്നും ചോദിക്കണ്ട, വെറും 10 ടണ്ണ് ചോദിക്കും. നീ പറയുന്ന ഇന്ത്യയിൽ നിന്ന് എനിക്കൊരു 10 ടൺ പോലും കിട്ടില്ലെന്നാണ്. ഐ നോ ഓൾ ദ പ്ലേയേഴ്സ് ഇൻ ഇന്ത്യ. ஹலோ சொல்லுங்க ஹமீத் பாய். എന്തൊക്കെയാ? சூப்பரா இருக்க. என்ன அவசரம்? എനിക്ക് 10 ടൺ ചരക്ക് വേണം, അർജന്റ്. 10 ടണ്ണേ போதுமா? ആമാ 10 ടൺ വേണം, അർജന്റ്. சரி சரி, ஒரு நிமிஷம். അച്ഛാ வணக்கம் முருகன் சிவா. புஷ்பா, நாளைக்கு 10 டன் சரக்கு வேணாப்பா. ഞാനൊരു മീറ്റിംഗിലിരിക്കുക, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അഗ്രവാൾജി, എന്തൊക്കെയുണ്ട്? എന്തു പറ്റി ഭായ്, എന്നെ കുറിച്ച് ആലോചിക്കാൻ? എനിക്കൊരു 10 ടൺ ചരക്ക് വേണമല്ലോ. അമേത് ഭായ്, എനിക്ക് 1 മിനിറ്റ് തരുമോ? അഗർവാൾ ശിവ, റാം റാം. രാം രാം പുഷ്പ ഭായ്, എനിക്കൊരു 10 ടൺ ചരക്ക് വേണം. ദാദാ, എനിക്ക് ഉടനെ ഒരു 10 ടൺ ചരക്ക് വേണമല്ലോ. അർജന്റ് ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ ഒരാളുടെ നമ്പർ തരാം. ആ, ദാ. 94434. ഏയ്, ഇത് പുഷ്പയുടെ നമ്പർ അല്ലേ? അതെ, പുഷ്പ അറിയുമോ? ഇപ്പൊ ഞാൻ അറിഞ്ഞു വരുന്നു. പുഷ്പ, 2 അക്ഷരം. പേര് ചെറുതാ, പക്ഷെ അതിന്റെ സൗണ്ട് വലുതാ. ബും. സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി നമുക്ക് കച്ചവടം സംസാരിക്കാം. ചരക്ക് എത്ര? 2000 ടൺ. ടണ്ണിനെത്ര? 2.5 കോടി രൂപ. ചുമ തമാശ പറയാണോ പുഷ്പ? पुष्प धंधा में मजाक नहीं करता. पुष्पा से धंधा बहुत मजा आता है. 2000. ടൺ, 5000 കോടി. ഡീൽ. 4900 കോടി. 100 കോടി കുറവാണല്ലോ പുഷ്പ. എന്താ ചരക്ക് ആവശ്യത്തിനില്ലേ? ബാക്കിയുള്ള 100 കോടിക്ക്